ദേവു, നിനക്കെന്താ പറ്റി? നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ കാര്യം പറ. ഇന്ന് മുതൽ ഓൺ എക്സാം തുടങ്ങിയല്ലേ? അതിനെന്താ? അതിന് നീ ഇന്നലെ ഒരുപാട് നേരം പഠിച്ചിരുന്നല്ലോ. പിന്നെന്താ? ഞങ്ങളൊക്കെ കിടന്നിട്ട് പോലും നീ കിടന്നിട്ടില്ലായിരുന്നല്ലോ. നീ പഠിക്കില്ലായിരുന്നോ? എന്നാലും എനിക്കൊരു പേടി. ഞാൻ ആദ്യമായിട്ടല്ലേ എക്സാം എഴുതാൻ പോകുന്നേ. അയ്യേ, അതിനാണോ നീ പേടിച്ചിരിക്കുന്നേ? അതിനിത്ര പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. എന്താ രണ്ടുപേരും കൂടി രാവിലെ തന്നെ ഒരു ചർച്ച? എന്താ ദേവകുട്ടിയുടെ മുഖത്തൊരു വിഷമം പോലെ? എന്തു പറ്റി? അത് പിന്നെ ചേച്ചി, ഇന്ന് ഓൺ എക്സാം തുടങ്ങിയല്ലേ, അവക്ക് പേടി. അതിനെന്തിനാ പേടിക്കുന്നേ? എക്സാം അങ്ങനെ വരും പോകും, അതിനൊക്കെ പേടിച്ചിരിക്കണോ? പിന്നെ നീ നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? എന്നാലും ചേച്ചി, ചിലപ്പോ എനിക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലോ? ഭയങ്കര ബുദ്ധിമുട്ടായാലോ? ഇതിനെ എന്റെ അടുത്തൊരു സൂത്രമുണ്ട്. എന്ത് സൂത്രം? നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ചേച്ചിയുടെ സൂത്ര സൂക്ഷിച്ച് വാങ്ങിക്കോ. ദേ, ഇത് കണ്ടോ? ഇതെന്താ? ഇതൊരു പേനയല്ലേ? ഇതിലിപ്പോ എന്താ എത്ര അത്ഭുതം? എങ്കിൽ നിനക്ക് തെറ്റി. ഇതേ വെറും പേനയല്ല. പിന്നെ എന്ത് പേനയാ? അതെന്തേ ഈ പേനയുടെ ഉള്ളിൽ മഷിയല്ലേ വരുന്നേ? ഏയ്, ഈ പെന്നിന്റെ മഷിയിലൂടെ ഭാഗ്യമാ വരുന്നേ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ദേ നോക്ക് ദേവു, ഇതേ എന്റെ ലക്കി പെന്നാ. ലക്കി പെന്നോ? അതേന്നേ. ഈ പേന കൊണ്ട് എഴുതിയാലേ നീ എക്സാമിൽ എന്തായാലും പാസ്സാവും. എന്താ ഈ പേനയാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടേ? നീ ഒന്ന് പോയേ. ദേ നോക്ക് ദേവു, ഇതേ എനിക്ക് പണ്ടൊരു മുത്തശ്ശി തന്നതാ ഞാൻ അമ്പലത്തിൽ പോയപ്പോ. അതിനുശേഷം ഞാൻ ഈ പേന വെച്ചിട്ടാ എല്ലാം എഴുതുന്നേ. അതുകൊണ്ട് എന്താ, എനിക്ക് 10ാം ക്ലാസ്സിൽ എന്തായിരുന്നു മാർക്ക്? അയ്യോ, ആണോ? പിന്നല്ലാതെ. ചേച്ചിക്ക് എത്രയായിരുന്നു 10ാം ക്ലാസ്സിൽ മാർക്ക്? അത് പിന്നെ പറഞ്ഞു കൊടുക്ക് ചേച്ചി. ചേച്ചിക്ക് എത്ര A+ ഉണ്ടായിരുന്നു? എനിക്ക് 9. എന്റെ ദൈവമേ, 9 A+ഓ? ദേ നോക്ക് ദേവു, 9 A+ അല്ല, 9 D+. 9 D+ എന്ന് കരുതി എന്താ ഒരു A+ കിട്ടിയില്ലേ? അയ്യോ, അതപ്പോ വലിയ കാര്യായേ. എനിക്ക് ആ A+ കിട്ടിയത് എഴുതിയേ ഈ പേന വെച്ച് എഴുതിയതുകൊണ്ടാ. ദേവു, നീ വേഗം ഇത് കൊണ്ടുവെക്കോ. എന്റെ പൊന്നു ദേവു, നീയേ തൽക്കാലം നിന്റെ പേന കൊണ്ട് തന്നെ എഴുതിക്കോ. ഇതുകൊണ്ട് എഴുതിയാലേ നിനക്കുള്ള മാർക്ക് കൂടെ പോവും. ദേവു, നീ ആ ചിഞ്ചു പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട. അവക്കേ അസൂയ. നിനക്ക് കൂടുതൽ മാർക്ക് കിട്ടിയാലേ നീയല്ലേ ക്ലാസ് ടോപ്പർ ആവുക. അതിന്റെ അസൂയ. ഈ എക്സാമിന് ഈ പേന തന്നെ കൊണ്ടുപോയാൽ മതി. അത് വേണോ ചേച്ചി? വേണം. നിങ്ങളെ പാടായി. ഞാൻ പോട്ടെ. നീ ഐശ്വര്യമായിട്ട് ഈ പേന അങ്ങോട്ട് പിടിച്ചേ. പരീക്ഷ എഴുതുമ്പോഴേ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. എന്തായാലും ജയിക്കും. ശരി, ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ ഫുഡ് വേഗം കഴിച്ചിട്ട് പോകാൻ നോക്ക്. ശരി ചേച്ചി. ദേവു, എന്താ ടുട്ടു, നിനക്ക് ക്ലാസ് ഇല്ലേ? എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ, ഞാൻ പോവാൻ നിൽക്കുക. ദേവു പേടിക്കണ്ട കേട്ടോ, ഞാനും എക്സാം എഴുതാൻ പോവാ. അതിന് നീ എന്നാണ് സ്കൂളിലേക്ക് പോവാറ്? ഞാൻ സ്കൂളിലേക്ക് പോവാറുണ്ട്. നിന്നെ കാണിച്ചിട്ടാണോ ഞാൻ സ്കൂളിലേക്ക് പോകുന്നേ? അയ്യോ, സ്കൂളിലേക്ക് ദിവസം പോകുന്ന ഒരാള് നീ എന്നും ഓരോ അടവ് പറഞ്ഞ് വീട്ടിലിരിക്കലടാ. കേട്ടോ ദേവു, ഇവനെ ഇന്ന് വയറുവേദനയാണേലേ നാളെ തലവേദനയാ, അതിന്റെ പിറ്റേന്ന് പനി, അങ്ങനെ ഓരോ ദിവസം ലീവാ. രണ്ടാളെ ഞാൻ കാണിച്ചു തരാം, അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്കും. അതെ, എന്താ മോൾ ഇരിക്കുന്നേ? സ്കൂളിലോട്ട് പോരുന്നില്ലേ? അപ്പൊ ആമി വന്നോ? ആമിയൊക്കെ എപ്പോഴേ എത്തി, നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അയ്യോ, എനിക്കെന്നാ ഫുഡ് മതി. അത് പറ്റത്തില്ല, ഈ ഫുഡ് മുഴുവൻ കഴിച്ചിട്ട് പോന്നാ മതി. എനിക്ക് വേണ്ട, എന്റെ വയറ് നിറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിച്ചിട്ട് പോന്നാ മതി. അയ്യോ, എന്റെ വയറിപ്പോ പൊട്ടും. എന്റെ അമ്മേ. ഇപ്പോഴാ നീ നല്ല കുട്ടിയായേ. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ നേരെ വൈകിന്ന് കരുതിയിട്ടാ. വേഗം വാ, ഇറങ്ങാൻ നോക്കാം. അമ്മേ, ഞങ്ങൾ പോവാ. ദേവു, നിന്റെ ലക്കി പെന്നെ എടുത്തല്ലോ അല്ലേ? ഈ പിള്ളേർ അപ്പോഴേക്കും പോയോ? ഇവറ്റകളോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാൻ പറഞ്ഞ, രാവിലെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞ എന്തൊരു ഐശ്വര്യ. അതിനെങ്ങനെയാ? അമ്മയുടെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നേ. മിനിയ ഇതിനൊന്നും കൊള്ളത്തില്ല. അമ്മ എന്നെ വിളിച്ചോ? എന്റെ ദൈവമേ, അവളിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കാണാ ഇവിടുത്തെ പുകില്. ഞാൻ നിന്നെ വിളിച്ചതല്ല, ഞാൻ മക്കളോട് പറഞ്ഞതാ. അമ്മയ്ക്ക് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, വേണേ പോരെ. ഞാൻ ഇതാ വരുന്നു മോളെ. സമാധാനമായി. ശരിയാ, ക്ലാസ്സിൽ നമ്മള് ഫസ്റ്റ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മണ്ടികളെ ഞാൻ നിങ്ങളോട് നേരത്തെ വരാൻ പറഞ്ഞു. ഓക്കെ, വേഗം ഡെസ്കിൽ കോപ്പി ചെയ്ത് വെക്കാം. ഈ വൈകിപ്പിക്കേണ്ട, വേഗം തുടങ്ങിക്കോ. മിസ് കാണണ്ട നമ്മൾ എഴുതുന്നത്. ശരിയാ, കണ്ടാ നമ്മുടെ കഥ കഴിയും. മിസ് വരുന്നതിന് മുമ്പ് എഴുതി തീർക്കാം. ആ ചിഞ്ചുവും കൂട്ടരും വരുന്നുണ്ടോന്ന് നോക്കിക്കോ. അവളുമാരുടെ മുന്നിലെങ്ങാനും പെട്ടാലേ. ശരിയാ, അവര് നമുക്കിട്ട് പണിയാൻ നോക്കുന്നുണ്ട്. രണ്ടാളും മിണ്ടാതെ വേഗം ഡെസ്കിൽ എഴുതാൻ നോക്കിക്കോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചോ. ഓഹോ, അപ്പൊ ഇതാണല്ലേ ഇവിടെ പണി. അയ്യോ, അതാരാ? അപ്പൊ 3 പേർക്കും കൂടി ഇതായിരുന്നല്ലേ പണി? ഈ പൊട്ടനായിരുന്നോ? ഞാൻ വിചാരിച്ചു അബു വിഷ്ണു ഒക്കെ ആണോ. എന്നെ കൂട്ടാതെ ഇവിടെ കോപ്പി അടിക്കാനുള്ള ശ്രമം അല്ലേ? ഞാനിതെന്തായാലും മത്തായി മാഷിനോട് പറയും. മത്തായി മാഷേ, ചതിക്കല്ലേ. ഈ സാറിനോട് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുക്കൂല, പക്ഷെ ഒരു ഉപകാരം ചെയ്യണം. ഒരു പാലേട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നാണല്ലോ. എന്തുപകാരാണാവോ? നിങ്ങളെ എഴുതി വെക്കുന്ന കോപ്പിയെ എനിക്കും പറഞ്ഞു തരണം. അത്രയല്ലേ ഉള്ളൂ, അത് ഞങ്ങൾ പറഞ്ഞു തരാം. വെറുതെ ഒന്നും വേണ്ട. ഇതെന്താ ഈ പേപ്പർ? തീർത്തിക്കണേ, ആരുടെയും വെറുതെ ഉള്ള ഉപകാരം ഒന്നും വേണ്ട. ഇതേ ബിറ്റ് പേപ്പറാ. നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാ ഞാൻ നിങ്ങളെ സഹായിക്കാം. എങ്ങനെ? അതൊക്കെ. അതിന് നിനക്ക് മലയാളം എഴുതാനൊക്കെ അറിയോ? ഇതിനെന്തിനാ മലയാളം ഞാൻ എഴുതുന്നേ? ഇതൊക്കെ ഞാൻ കമ്പ്യൂട്ടർ വഴി എടുത്തതാ. നിന്റെ ബുദ്ധി അഭാരം തന്നെ. എന്നെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞാൻ വേറൊരു മണ്ടനാണെന്നോ? അതെ ഹൃത്തിക്, നീ ഒന്ന് നിർത്ത്.
നിന്റെ ഈ സൗണ്ട് കേട്ടിട്ടേ ടീച്ചേഴ്സ് എങ്ങാനും വന്നാൽ ഇനി എക്സാം എഴുതേണ്ട കാര്യം ഉണ്ടാവില്ല. നീ ഒന്ന് നിർത്ത്. നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മിസ്സായാൽ മതിയായിരുന്നു. അത് ശരിയാ, ആ മത്തായി മാഷ് എങ്ങനെ ആണേലേ നമ്മൾ പൊട്ടിയത് തന്നെ. നിങ്ങൾ രണ്ടുപേരും എത്തിയോ? ഓ, ഇന്നെങ്കിലും രണ്ടാളും നേരത്തെ എത്തിയല്ലോ, അതന്നെ വലിയ കാര്യം. സാധാരണ എക്സാം ദിവസം നേരത്തെ എത്താറില്ലല്ലോ, ഇന്ന് എന്ത് പറ്റി? ഞാനേ വരാൻ നേരം വെക്കുന്ന കത്തിക്കാണ്ടേ ഇന്നലെ വിഷ്ണുവിന്റെ വരി തന്നെ കിടന്നത്. അത് ശരിയാ, അതുകൊണ്ട് അവന് നേരത്തെ എത്തിയേ. ഇവിടെ പിങ്കിലും ഞാനും എത്തിയിട്ടില്ലേ? ക്ലാസ്സിലുണ്ടാവും, എന്തെങ്കിലും ഉണ്ടായി പൊപ്പിക്കുന്ന തിരക്കിലാവും. അതുകൊണ്ടാ വരാന്തയിൽ കാണാത്തെ. എന്തെങ്കിലും കള്ളത്തര പരിപാടികൾ കാണും, അതുകൊണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങാത്തെ. നീ പറഞ്ഞത് കറക്റ്റാ. ദേ ചാരൻ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അത് ശരിയാ, ഓരവിടെ കോപ്പി ചെയ്താണ് ഉറപ്പായി. അയ്യോ, ഒന്നും അറിയാത്ത പോലെയുള്ള ഓൻ്റെ നിൽപ്പുണ്ടില്ലേ. അവനി നമ്മൾ വരുന്നുണ്ടെന്ന് നോക്കാൻ പറഞ്ഞയച്ചതാവും. ഇല്ലേ അവന് വേഗം ഓടിയേ. ഓളെ കോപ്പി അടിക്കലേ, നമുക്കിന്ന് പൊളിച്ചടുക്കി കൊടുക്കാം. അയ്യോ, ബെല്ലടിച്ചു. ടീച്ചർ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവും. ഡാബു, ആ പഠിപ്പിച്ചുന്നേഷ് എത്തിയില്ലേ? ശരിയാണല്ലോ, ഓ സുബൈക്കാൻ എത്തേണ്ടതാണല്ലോ, പിന്നെ എത്താ പറ്റി? പറഞ്ഞ് നാവെടുത്തില്ലല്ലോ. ദേ വരുന്നു. നീ എന്താടാ ഇന്ന് ലേറ്റായേ? ഒന്നും പറയണ്ട, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് തീരെ സുഖമില്ല. പരീക്ഷയ്ക്ക് എനിക്ക് തീരെ മാർക്കുണ്ടാവില്ല. അത് എല്ലാ പരീക്ഷയ്ക്കും പറയണമെന്നല്ലേ. ഒരു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് തന്നെ കയറും. അതാബു പറഞ്ഞ ശരിയാ. എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? അമ്മ വജി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല പഠിച്ചാളുകൊണ്ട്. അതൊന്നുമല്ല, ഞാനിന്നലെ കൂർക്കം വലിച്ച് ഉറങ്ങിയിരുന്നു. എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. നീ ഒന്ന് പോടാ, പേപ്പർ കിട്ടുമ്പോ കാണാം. ആമിന, എന്താടാ? പരീക്ഷ എഴുതുമ്പോ ഇടക്കൊക്കെ ഒന്ന് ബാക്കൊക്കെ നോക്കിക്കൊണ്ടിട്ടാ. നമ്മളും ഇവിടെ ഇരിക്കുന്നുണ്ട്, എത്തെങ്കിലൊക്കെ നമുക്കും പറഞ്ഞു തന്നാണ്ട്. ഇച്ച് പന്നെ നോക്കിയിരിക്കല്ലോ വല്ല തിരക്ക്. പഠിക്കാനുള്ള സമയത്ത് പഠിക്കണമായിരുന്നു. ഇങ്ങനെ ക്ലാസ് കണ്ടത് നടക്കാറല്ലേ? അതിന് ആമിനാണ്ടല്ലേ ചോദിച്ചത്, എന്നോടല്ലേ പറഞ്ഞത്. ഒന്ന് പോടിയിടുന്നേ. ആമിനാരോട് എത്തിയെങ്കിലും ചോദിച്ചാൽ കാണാം ഓള് വണ്ടി കയറിയത് സമാധാനം പറയാൻ വരുന്നു. ഇത് റീനു, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഇവളെന്താ ഈ നേരം പുറത്തു പോകുന്നേ? ഹൃത്തിക്, എന്താ നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോ? അബുവിന്റെ പേന എടുക്കുന്ന കാര്യല്ലേ, അതൊക്കെ ഞാൻ എപ്പോഴേ പോക്കറ്റിലാക്കി. അവനിനി എക്സാം ഹാളിൽ കിടന്ന് പേനയ്ക്ക് വേണ്ടി തെണ്ടുന്നത് നീ കണ്ടോ? എന്തൊക്കെയോ കള്ളത്തരം ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കേ. ആർക്കെങ്കിലും കോപ്പി അടിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല മാഡം. കോപ്പി അടിക്കാൻ ഉദ്ദേശമുള്ളവരൊക്കെ ദേ പുറത്തോട്ട് ഇറങ്ങിക്കോ. ആരെങ്കിലും എക്സാം ടൈമിൽ കോപ്പി അടിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടാൽ പിന്നെ ഞാൻ പറയുന്നില്ല ബാക്കി. പിന്നെ നിങ്ങൾക്കൊരൊറ്റ എക്സാമും എഴുതാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? കോപ്പിയോ മറ്റോ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വേഗം പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പോര്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ചാൻസാണ്. പിങ്കി എന്താടി, നമുക്ക് പുറത്ത് കൊണ്ടുവച്ചാലോ? റീനു മിണ്ടാതിരുന്നോ, അങ്ങനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഈ മിസ് ഭയങ്കര കർക്കശക്കാരിയാണോ തോന്നുന്നത്. നമ്മളെ ഒരു നിലക്കും കോപ്പി എടുക്കാൻ വിടുന്നു തോന്നുന്നില്ല. വെറുതെ എന്തിനാ? നമുക്ക് പിന്നെ ബാക്കി എക്സാമും എഴുതാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പേടിത്തുണ്ടി. നീ ഒന്ന് മിണ്ടാതിരിക്കും റീനു. എന്റെ മുഖം കണ്ടാൽ തന്നെ മിസ്സിന് സംശയാവും. ആരുടെ കയ്യിലും കോപ്പിയില്ല, ഉറപ്പല്ലേ? നിനക്കെന്താ ഒരു ഉറപ്പില്ലാത്ത? എന്റെ കയ്യിൽ കോപ്പിയൊന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്യോ? ഇനി എല്ലാവരും ശബ്ദമുണ്ടാക്കാതിരിക്കട്ടോ. എല്ലാവർക്കും പേപ്പർ തരാൻ പോവുകയാണ്. നിങ്ങളുടെ പേരും ക്ലാസ്സും എല്ലാം കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കണം. ആരും തെറ്റിച്ചെഴുതരുത്. ഓക്കേ മിസ്. എല്ലാവരും പേപ്പർ നല്ലോണം വായിച്ചിട്ടേ എഴുതാവൂ. ഇപ്പോൾ തന്നെ എഴുതാൻ നിൽക്കണ്ട, ബെല്ലടിക്കും, അപ്പോൾ തുടങ്ങിയാൽ മതി. ഇനി പേപ്പർ കിട്ടാത്ത ആരും ഇല്ലല്ലോ? ഇല്ല മിസ്. എല്ലാവരും സൈലന്റ് ആയിട്ടൊന്ന് പേപ്പർ വായിച്ചു നോക്ക്. സൈലന്റ് ആയിട്ട് വായിക്കുമ്പോഴെങ്ങനെയാ ശബ്ദം പുറത്തു വരുന്നേ? മതി വേഗം എഴുതി തുടങ്ങിക്കോ. എന്താ അബു, നിനക്ക് എഴുതാനൊന്നുമില്ലേ? ഞാനിവിടെ നിന്ന് പോകുന്നത് നോക്കി നിൽക്കുവാവും അല്ലേ? ഞാനിവിടെ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് എഴുതാനൊന്നും പറ്റൂല. വേഗം ഇപ്പൊ തന്നെ എഴുതി തുടങ്ങിക്കോ. അബുവിനോടൊരു കാര്യം പറഞ്ഞു തരാം. ലാസ്റ്റ് പേപ്പർ വാങ്ങാൻ നേരത്തെ ഇനി എഴുതാണ്ടെന്നും പറഞ്ഞിട്ട് പേപ്പർ വലിക്കരുത്. ഇപ്പൊ തന്നെ എഴുതി തുടങ്ങിക്കോ. ഇല്ലടാ, ഞാനിതാകെ കണ്ട് അന്തം വിട്ട് നിൽക്കുക. എന്താടാ, ടീച്ചർ കേൾക്കും. ഓക്കെ, ആ പഠിപ്പിച്ചുമേശ് എന്തെങ്കിലും എഴുതിക്കണം. നോക്കേ, എന്താ നോക്കുന്നേ? മനുഷ്യനൊന്നും എഴുതാനും സമ്മതിക്കത്തില്ല. പേര് എഴുതിയിട്ടില്ലല്ലോ. എന്താ അബു അവിടെ? ഒന്നുമില്ല മിസ്സേ, ഇവിടെ എന്റെ പേന കാണാനില്ല. മിസ്, അബുവിന്റെ പേന കാണാനില്ലാന്ന്. അതിനാരടി അന്നോട് പറഞ്ഞത് എന്റെ പേന കാണാനില്ലാന്ന്? ഇന്ന് എക്സാം ആണ്, നിനക്ക് അറിയില്ലേ അബു? ഇങ്ങനെയുണ്ട് ഒരു പിള്ളേര്. മിസ്സേ, ഞാൻ പേന കൊണ്ടുവന്നതാ. ഈ പേന കൊണ്ടുവന്നെങ്കിൽ പിന്നെ എങ്ങനെയാ പറന്നുപോയോ? എന്നോട് അവന്മാരെ കളി. ആരുടെയെങ്കിലും കയ്യിൽ 2 പേനയുടെ കൊടുത്തേ. സുമേഷ്, നിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ 2 ഉണ്ട് മിസ്, പക്ഷെ എനിക്ക് ഒന്ന് കഴിഞ്ഞിട്ട് എഴുതാനുള്ളതാ. തമ്പുരാൻ എവിടെ ഒരു പെണ്ണ കൊണ്ട് തന്നെ എങ്ങനെ എഴുതാച്ചിട്ടിക്കാം. എന്നിട്ട് രണ്ടാമത്തത് തൽക്കാലം നീ അത് കൊടുത്തേക്ക്. ശരി. എന്റെ പേനയുടെ മഷി വീഴുമ്പോഴേക്കും തന്നേക്കണം. എന്റെ ചങ്ങായി ഞാൻ തന്നോണ്ട്. എന്നാലും എന്റെ പേന ആരടിച്ചു മാറ്റി? ഇനി ഇജെങ്ങാനും ഒന്ന് പോടാവുന്നേ. എനിക്ക് പന്റെ പേന അടിച്ചു മാറ്റില്ല പണി. എന്റെ പേന കൊണ്ട് തന്നെ എഴുതാൻ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എന്നിട്ടാ നീ പന്റെ പേന എന്തേക്ക് നീച്ചിക്കണേ ഇരിക്കണില്ലേ? വൃത്തിക്കെന്താ പുറകിലോട്ട് നോക്കി നിൽക്കുന്നേ? അവിടെയാണോ നീ എഴുതുന്നേ? അത് പിന്നെ ഞാനൊരു ഡൗട്ട് ചോദിച്ചതാ. ഡൗട്ട് ചോദിക്കാനാ ഞാനിവിടെ കുന്തം പോലെ നിൽക്കുന്നേ. നിനക്കെന്താ എന്റെ കണ്ണ് കാണുന്നില്ലേ? ഓരോരോ അടവ് പറഞ്ഞ് ഇറങ്ങിക്കോളൂ. മര്യാദക്ക് വേഗം എഴുതാൻ നോക്ക്. എന്റെ ദൈവമേ, ടീച്ചറാണെങ്കിൽ പുറത്തും പോകുന്നില്ല. ആ ഹൃത്തിക്കിനെ വിശ്വസിച്ച് വന്ന നമ്മളിപ്പോ ആരായി? താരും എന്താ പിങ്കിയെ നോക്കി നിൽക്കുന്നേ? നിന്റെ പേപ്പർ അവിടെ കയ്യിലാണോ? അല്ല മിസ്, ഞാൻ എഴുതുവാ.
ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കേ. കോപ്പി എടുക്ക് കോപ്പി എടുക്ക്. അതെപ്പെടുക്കാം, ഞാനങ്ങോട്ട് പറത്തി വിടാം. അയ്യോ വേണ്ട. എന്താണ് അവിടെ ഒരു ശബ്ദം? ആഹാ, എന്താ അത്? അറിയില്ല മിസ്. അറിയില്ലാന്നോ? ഒരു പേപ്പർ എവിടെന്നോ പാറി വന്നതാ. അല്ല മിസ്, ഋത്തിക്ക് അത് എറിഞ്ഞു കൊടുത്തേ. ആഹാ, ഞാൻ ക്ലാസ്സിലുള്ളപ്പോ കോപ്പി അടിക്കാൻ ഇത്രയ്ക്ക് ധൈര്യോ? ഋത്തിക്, നീയാണോ ഈ കോപ്പി കൊണ്ടുവന്നേ? ഞാനല്ല മിസ്, ഞാനല്ല. എടാ തെണ്ടി, എനിക്കങ്ങനെ എഴുതാനൊന്നും അറിയില്ല. അല്ല മിസ്, അത് അവനെ എറിഞ്ഞു തന്നതാ. അയ്യോ, അവള് വെറുതെ കള്ളം പറയുന്നതാ, എനിക്ക് അറിയത്തു പോലും ഇല്ല. ഇത് ആര് കൊണ്ടുവന്നതാന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. രണ്ടുപേരെ ഞാൻ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എക്സാം കഴിയട്ടെ. അയ്യോ, ഇനി എന്ത് ചെയ്യും?